ദൈവത്തിൻ്റെ അതിപത്നി തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. പ്രത്യേക റോസ് ഫാമിലി എന്ന ഈ ഗ്രൂപ്പിനായി ഞാൻ ദൈവത്തെ വാഴ്ചുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. റോസാൻറ്റിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അഭിഷിക്തയെ കുടുംബമായ കർത്താവ് സ്തോത്രം. പല വ്യത്യസ്ത നിലകളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അതാതിടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ച സ്തുതിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. സ്തോത്രം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തെ എടുക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ സ്വർഗ്ഗപിതാവേ, നന്ദിയടങ്ങിയ വാഴ്ച സ്തുതിക്കുകയും ചെയ്യുന്നവിടുത്തെ മക്കളാൽ നിങ്ങൾ ഒരുമിച്ച് അവിടെ സ്ഥാനത്തെ പ്രഭുവിലേക്ക് അടുത്ത സഹായിക്കുമാറാണമേ. സ്തോത്രത്തിന് സന്ധ്യയോടടുക്കുന്ന ഈ സമയത്ത് ദൈവിക പാദമെടുത്തെങ്കിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗത്തിനാണ് ഞാൻ ദൈവത്തെ വാഴ്ച സ്തുതിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ നാളുകളിൽ കർത്താവെ അങ്ങയുടെ ഹല്ലേലൂയ, സ്തോത്രം 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 ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായി അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണം. യേശുവിൻ നാമം തന്നെ ആമേൻ. സ്തോത്രം. ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ സന്ധ്യയോടടുത്ത സമയത്ത് യാദൃശ്ചികമായി ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എളിയൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഒരുക്കി തന്നു. എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സ്തോത്രം രതീഷ് പുന്നൂർ ദേവാസൻ തനിക്ക് അർജന്റായ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് തികച്ചും യാദൃശ്ചികമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എളിയൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തെ ഒരുക്കി തന്നു. ദൈവനാമം മഹത്വപ്പെട്ടിരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി സ്തോത്രം കർത്താവിനോട് സംസാരിക്കണമെന്ന് എന്നുള്ള ആഗ്രഹത്തോടുകൂടി സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു മെസ്സേജിൻ്റെ ചെറിയ ഭാഗങ്ങളായിരിക്കാം ചിലപ്പോൾ കേൾക്കുന്ന ചില ക്ലിപ്പുകളായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ സ്തോത്രം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ വലിയ ദൈവപ്രവൃത്തിക്കായി ഈ ദിവസങ്ങൾ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ ഈ ഗ്രൂപ്പിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും സ്തോത്രം അതിൽ ഷെയർ ചെയ്യുകയും സ്തോത്രം കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഓരോ വ്യക്തികളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയത്നം എല്ലാം കർത്താവിൽ വ്യർത്ഥമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും സ്തോത്രം ചിലപ്പോൾ ഒരു ഷെയർ സ്തോത്രം അനേകർക്ക് ആശ്വാസം വിടുതലുമായി മാറിയേക്കാം. സോ നിങ്ങൾ അധിവാസന്മാരുടെ നമ്പറുകൾ അങ്ങോട്ടേക്കോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി കർത്താവ് ചിലപ്പോൾ നിങ്ങളുടെ വിഷയത്തിന്മേലും ചില വിഷയങ്ങളുടെ മേൽ കൂട്ടത്തിൽ മറുപടി അയക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, അന്യോന്യം കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് നിൽക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ ദാനിയേൽ പ്രവചനം സ്തോത്രം ത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്തോത്രം ദാനിയേല് വെളിപ്പാട് പുസ്തകം കൂടാതെ ദാനിയേൽ പ്രവചനം പഠിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളും ദാനിയേൽ പ്രവചനവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ സ്തോത്രം വളരെയധികം സാമ്യമുള്ള വളരെയധികം വളരെയധികം കണക്ഷനുള്ള വാക്യങ്ങളാണ് ദാനിയേൽ കൂടി ദൈവാത്മാവ് സംസാരിക്കുവാൻ അയച്ചിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും ഞാനത് പഠിപ്പിക്കുവാനല്ല. ഇതിലെ സ്തോത്രം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ചില ദൈവിക മർമ്മങ്ങളെ സ്തോത്രം ദൂതുകളെ മാത്രം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഞാൻ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ദൈവമക്കളെ, വചനം പറയുന്നു സ്തോത്രം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം
ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതിന് അവര് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്പർശിക്കുവാൻ കഴിയുന്നതിനെ, ഹല്ലേലൂയ സ്തോത്രം, തിരിച്ചറിയുവാൻ കഴിയുന്നതിനെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുകൊണ്ടോ നഗ്നനേത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ കൊറോണ വൈറസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതുപോലുള്ള പനിയോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കൊറോണ വൈറസ് വരുവാണെങ്കിൽ നമുക്ക് മാറിപ്പോകാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, കൊറോണ വൈറസ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. സ്തോത്രം, ഹല്ലേലൂയ. പലർക്കും വന്നിട്ടില്ലായിരിക്കാം. സ്തോത്രം. വന്നവര് ശ്രേഷ്ഠന്മാരും അല്ലെങ്കിൽ വരാത്തവര് ശ്രേഷ്ഠന്മാരും വന്നവരേതാണ്ട് കുറഞ്ഞ കക്ഷികളും എന്നൊരിക്കലും ചിന്തിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, എനിക്ക് കൊറോണ ഒന്നും വരത്തില്ല, എനിക്ക് അസുഖം വരത്തില്ല, ഞാൻ ആരോഗ്യവാനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള പല വ്യക്തികളുടെയും തല കുനിയപ്പെട്ട സാഹചര്യമാണ് കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചത്. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി സംസാരിക്കുവാനല്ല വരുന്നത്. ഞാൻ പറഞ്ഞത് കൊറോണ വൈറസ് അങ്ങനെ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്തോത്രം അതിനെ ഒന്ന് ഒഴിഞ്ഞു പോകായിരുന്നു, കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒഴിഞ്ഞു പോകായിരുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മൾ തൊട്ട സ്ഥലത്ത് കൊറോണ വൈറസ് ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് വരാതിരുന്ന, അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആവാതിരുന്നത്. സ്തോത്രം. നമ്മൾ തൊട്ട കൈകൊണ്ട് മൂക്ക് ചീറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ വായിൽ സ്പർശിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് കൊറോണ വൈറസ് വന്ന് മരിക്കാതിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാനും നീ ജീവനോടിരിക്കുന്നുവെങ്കിൽ എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും നീ ജീവനോടിരിക്കുന്നത്. ഹല്ലേലൂയ. കൊറോണ വൈറസ് വന്ന അനേക അഭിഷേകന്മാർ, അനേക ദൈവമക്കൾ, അല്ലെങ്കിൽ അനേക വിശ്വസ്തന്മാരായി ദൈവത്തിന് വേണ്ടി നിന്ന് അനേകരെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനിടയായി ചേർന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾക്കിന്ന് ഒരായുസ്, അത് പ്രായഭേദമന്യേ അനേകരെ കർത്താവ് ചേർക്കുവാനിടയായി ചേർന്നു. അന്നേരം ഇന്ന് എനിക്കും നിനക്കും ഒരായുസ് കർത്താവ് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാനും നീയും ആകാശമേഘങ്ങളിൽ കർത്താവ് വരുന്നതിന് മുമ്പ് ചില പ്രവർത്തികൾ, അല്ലെങ്കിൽ നമ്മളെ മരണം മാടി വിളിക്കുന്നതിന് മുമ്പ് ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ചെയ്തു തീർക്കുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമ്മളിൽ അനേകർ ഹല്ലേലൂയ സ്തോത്രം ആകാശ മണ്ഡലങ്ങളിൽ പ്രഭ പോലെയും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ശോഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ജാതികളുടെ മുമ്പിൽ ഉന്നതനാക്കും, ഞാൻ ഭൂമിയിൽ ഉന്നതനാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആകാശമണ്ഡലങ്ങളിൽ ശോഭിക്കാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ ഹല്ലേലൂയ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്റെയും നിന്റെയും ഹല്ലേലൂയ സ്തോത്രം ശിരസിന്മേൽ കിടക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ എന്റെയും നിന്റെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു മതം മാറ്റമോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ മറിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാനിടയായി തീരണം. അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. പലരും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്വസ്ഥതയും സമാധാനമില്ലാതെ ഇന്നലെ ഒരു മനുഷ്യൻ എന്നോട് പറയുവാനിടയായി തീർന്നു, മതങ്ങളെല്ലാം വെറും കാശുണ്ടാക്കുവാനുള്ള ഇടപാടുകളാണെന്ന്. അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പറയുവാനിടയായി ചേർന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ശരിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്ന് ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ, അനേകമായ പ്രശ്നത്തിന്റെ പുറകെ ഹല്ലേലൂയ വലഞ്ഞു നടക്കുമ്പോൾ അവർ പലയിടങ്ങളിൽ ആശ്രയത്തിനായി ഓടി നടക്കുക. ഹോസ്പിറ്റലുകളിൽ പോകുന്നു, മന്ത്രവാദിയുടെ പുറകെ പോകുന്നു, ആഭിചാരകന്മാരുടെ പുറകെ പോകുന്നു. പല വിധത്തിൽ അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ഓരോരുത്തരുടെ അടുക്കലേക്ക് പോകുക. അവിടെ ചെന്ന് ആ വ്യക്തി എന്തു പറയുന്നുവോ അതൊക്കെ വേദവാക്യമായിട്ട് സ്വീകരിക്കുവാനിടയായി തീരും. സ്തോത്രം. ഇന്നലെ ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് അത്ഭുതം കൂറുവാനിടയായി തീരുന്ന ഒരു സംഭവമാണ്. ഒരു മാതാവ് ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞുമായിട്ട് കടന്നു വന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായമുള്ള കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞ് വളരെയധികം ആർക്കും സ്തോത്രം ദേഷ്യം വരത്തക്ക രീതിയിൽ വളരെ ആക്രോശിക്കുന്ന പോലെ ആ പിഞ്ചു കുഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽക്കുക. അമ്മയ്ക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരികയാണ്. അത്രയും പൊടിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ
ആ മറ്റുള്ള കുഞ്ഞുങ്ങൾ പേടിക്കത്തക്ക രീതിയിൽ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് അലറി വിളിക്കുകയാണ്, കരയുകയാണ്. ആ മാതാവ് എത്ര അടക്കുവാൻ ശ്രമിക്കുക, എന്തെല്ലാം പരിപാടികൾ അടക്കുവാൻ ശ്രമിക്കുന്നു, സ്നേഹിക്കുന്നുണ്ട്, ഇടയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ വളരെയധികം ശക്തിയോടുകൂടി കരയുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഇതേ അവസ്ഥയിൽ വരത്തക്കവണ്ണം പിശാച് രോഗബാധിതയാക്കി എൻ്റെ മൂത്ത കുഞ്ഞിനെ കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. പല വിധത്തിൽ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി പിശാച് അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവിന്റെ അത്ഭുത കൃപയാൽ കർത്താവ് ആ വിഷയത്തിൽ അത്ഭുതകരമായിട്ട് വിടുവിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അതൊക്കെ വരുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനിടയായിത്തീരും. കർത്താവിനോട് കൂടുതൽ അടുത്ത് കർത്താവിന്റെ സ്നേഹത്തോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവിന്റെ കൃപയോട് കൂടുതൽ അടുക്കുവാൻ, മാത്രമല്ല അനേകർ അതേ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനും ഇത് മുഖാന്തരമായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് പറയുവാൻ കഴിയും കഷ്ടമില്ല, സമൃദ്ധിയുണ്ട് എന്ന്. സമൃദ്ധി അനുഭവിക്കുന്നവൻക്ക് സമൃദ്ധിയെക്കുറിച്ച് മാത്രം പറയുവാൻ കഴിയും. എന്നാൽ കഷ്ടത അനുഭവിക്കുന്നവന് കഷ്ടത മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. എന്നാൽ കഷ്ടതയിലും ജയിക്കുന്നവന് കഷ്ടതയിൽ ജയിപ്പിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ടെന്ന് പറയുവാൻ കഴിയും. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ നമ്മുടെ കഷ്ടതയല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഒരു ലോകപ്രകാരം ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവരുടെ നമ്മുടെ കഷ്ടതയല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ജയത്തോടെ നിർത്തുമാറാക്കുന്ന ഒരു ദൈവിക പദ്ധതിയെ നമ്മൾ വിളംബരം ചെയ്യുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഉള്ള സ്തോത്രം തന്റെ സേവകരോട് ഇപ്രകാരം ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവർ വളരെ അവർ കുതിരകൾ കയറി വലിയൊരു ഡ്രം സ്വതം ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് സ്വതന്ത്രം അവർ വളരെ ആയാസപ്പെട്ട് വളരെ ഉച്ചത്തിൽ, അന്ന് മൈക്കൊന്നുമില്ല, വളരെ ഉച്ചത്തിൽ ആ വിളംബരം പല സ്ഥലങ്ങളിൽ പോയി കൊട്ടി അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്താണ് അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം? അവർക്ക് ആ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് വരുമ്പോൾ അവർക്ക് വീട്ടിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അവർ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് രാജാവ് തന്നോട് പറഞ്ഞ ആ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് കടന്നു പോകുക. എന്തിനാ? സ്തോത്രം. ഒരു വലിയ വിളംബരം, രാജാവിന്റെ വിളംബരത്തെ തന്റെ രാജാവിന്റെ പ്രജകളിലേക്ക് അറിയിക്കുവാൻ വേണ്ടി. ദൈവമക്കളെ, അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമായ നമ്മൾ നമ്മൾ അയക്കപ്പെടുന്ന എന്തിനു വേണ്ടിയാ? ഒരു രാജാവിന്റെ വിളംബരം പുറപ്പെടുവിക്കുവാൻ വേണ്ടി. എന്താണ്? വലിയൊരു നാശം, ലോകത്തിൽ വലിയൊരു നാശം സംഭവിക്കുന്നു. ലോകത്തിൽ പാപത്തിൽ വസിക്കുന്നവൻ നരകത്തിന് അടിമയായി തീരുന്നൊരു നാശം സംഭവിക്കുന്നു. ആ നാശത്തിന് മുമ്പേ അതിനെ ഒഴിഞ്ഞു പോകുവാൻ ഈ രാജാവിൽ ആശ്രയിക്കുക. എന്റെ ഉടയവനായ എനിക്ക് വേണ്ടി സകലം നിർവഹിച്ചു തരുന്ന ഈ യേശുവിൽ ആശ്രയിക്കുക. ആ നരകം ഒഴിഞ്ഞു പോകുവാണ്ടിയായി. ഇന്ന് പലരും ഇങ്ങനെ ഞങ്ങളുടെ സഭയിലേക്ക് വാ, നല്ല സാമ്പത്തികമായി സ്തോത്രം ഞങ്ങൾ നന്നായിട്ട് തരാം കേട്ടോ, സ്തോത്രം സാമ്പത്തികമായിട്ട് നന്നായിട്ട് തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിലേക്ക് വാ, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം. സ്തോത്രം. ഇങ്ങനെ ആയിപ്പോയി ഇന്ന് സഭ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, അതല്ല സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒടുക്കത്തെ നാളിൽ സ്തോത്രം കർത്താവിന്റെ സ്തോത്രം മഹത്വ പ്രത്യക്ഷയ്ക്ക് ശേഷം സ്തോത്രം ദുഷ്ടനെ ന്യായം വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ ആ ന്യായവിധിയിൽ നിന്നും എങ്ങനെ ഒഴിയാൻ കർത്താവുമായിട്ട് എങ്ങനെ ചേരുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യമായ സുവിശേഷം. ദൈവമക്കളെ, പലരും പോയിട്ട് പലരുടെയും പേര് പറഞ്ഞ് പലരെയും താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കും. ചിലപ്പോൾ ആ ദേശത്തെ വ്യക്തികളെ പ്രസംഗത്തിൽ കൂടി പല ദേശത്തെ വ്യക്തികളെയും പല ശക്തികളെയും ഒക്കെ താഴ്ത്തിക്കെട്ടുവാനിടയായി തീരും. ആരെയും താഴ്ത്തിക്കെട്ടുവാനും ഉയർത്തിക്കെട്ടുവാനും അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മറിച്ച് യേശുവിന്റെ നാമം എവിടെ ഉയർത്തുവാനിടയായിത്തീരുമോ അവിടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാനിടയായിത്തീരും. ഞാനോ നീയോ സ്തോത്രം ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയാൽ ആരും താഴുകയില്ല. ഒരു മനുഷ്യനും താഴത്തില്ല, ഒരു വ്യക്തിയും താഴത്തില്ല, ഒരു ശക്തികളും താഴത്തില്ല. നേരെ മറിച്ച് ദൈവനാമത്തെ, കർത്താവിന്റെ നാമത്തെ നമ്മൾക്ക് എവിടെയൊക്കെ ഉയർത്തുവാൻ കഴിയുമോ, എവിടെല്ലാം സാഹചര്യം ലഭിക്കുമോ അവിടെല്ലാം ഉയർത്തുവാനിടയായിത്തീരണം. അവിടെയെല്ലാം യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാനിടയായിത്തീരും. ദൈവമക്കളെ, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുവാനിടയായിത്തീരണം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിച്ചുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തെ പ്രസന്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ.
അല്ലെ, നമ്മൾ ആരെന്ന് ബോധ്യം പ്രാപിക്കാത്തൊരു വ്യക്തിക്ക് യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, നമ്മൾ ആരെന്നുള്ള തിരിച്ചറിവ്, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, നമ്മളെ ഭരിക്കുവാനിടയായി തീരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ദൈവനാമം ഉയർത്തപ്പെടുവാനിടയായി തീരും. അല്ലെ, സകല നാമത്തിന് മേലായ നാമമുള്ള ഒരു ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആരും ഉയർത്തിയത് കൊണ്ട് ദൈവം ഉയരത്തില്ല. അല്ലെ, നമ്മൾ ആരും താഴ്ചത് കൊണ്ട് ലോകത്തിൽ ആര് താഴ്ചത് കൊണ്ടും അല്ലെ യേശുവിന്റെ നാമം താഴ്ചപ്പെടുകയില്ല. അല്ലെ, ആരൊക്കെ താഴ്ത്തുവാൻ ശ്രമിച്ചോ, ആരൊക്കെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിച്ചോ, ഹല്ലേലൂയ സ്തോത്രം, അവരെല്ലാം ഇന്ന് 6 അടി മണ്ണിൽ ഒതുക്കപ്പെടുവാനിടയായി ചെന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ആരൊക്കെ ഉയർത്തുവാനിടയായി തീർന്നോ, ആരൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നോ, ഒന്ന് മനസ്സിലാക്കുക. കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം, കാൽവറി കുലമരത്തിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് യാഗമായി തീർന്നപ്പോൾ അവിടെ 2 കള്ളന്മാരുണ്ടായിരുന്നു. അല്ലെ, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട അവര് സമശിക്ഷാവിധിയിൽ അകപ്പെട്ടത്. അല്ലെ, യേശുവിനോട് കൂടി 2 കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു. അല്ലെ സ്തോത്രം, ഒരുവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ ഒരുവൻ തിരിച്ചറിയുവാനിടയായിത്തീർന്നു. അല്ലെ സ്തോത്രം, വേറൊരുവൻ യേശുവിനെ അറിയുവാനിടയായിത്തീർന്നു. ദൈവമക്കളെ, അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, പലർക്കും യേശുവിനെ അറിഞ്ഞ പലർക്കും അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. ഹല്ലേലൂയ, ലോകത്തിലെ പല മഹാന്മാരും യേശുവിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറയാറുണ്ട്. അവർക്കെല്ലാം അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവുണ്ടാവണം. ഹല്ലേലൂയ സ്തോത്രം, എന്റെ മാതാവിനെ എനിക്ക് തിരിച്ചറിവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, പക്ഷേ മറ്റുള്ളവർക്ക് അറിവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവർക്ക് എന്റെ മാതാവിനെ കുറിച്ച് അറിവ് മാത്രമേ ഉള്ളൂ, എന്റെ പിതാവിനെ കുറിച്ച് അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഹല്ലേലൂയ, എനിക്ക് എന്റെ മാതാപിതാക്കളെ കുറിച്ച്, എന്റെ സഹോദരങ്ങളെ കുറിച്ച് ഒരു തിരിച്ചറിവുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, തിരിച്ചറിവുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ എവിടെ ചെന്നാലും ആ വ്യക്തിയെ പ്രസന്റ് ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ, നമ്മൾക്ക് തിരിച്ചറിവുള്ള ഒരു വ്യക്തി, നമ്മളൊക്കെ ഒരു ദൈവദാസനെ നമുക്കറിയാം. എനിക്ക് സ്തോത്രം റെയ്നാഡ് ബോംഗെ, സ്തോത്രം ഓക്കെ യോങ്ങിച്ചോ, ഇതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അവരെ കുറിച്ച് തിരിച്ചറിവില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ അവരെ കുറിച്ച് പറയുമായിരിക്കാം സ്തോത്രം, പക്ഷെ എന്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ശക്തിയോടെ നിൽക്കുന്നൊരു ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി അല്ല. എന്റെ മാതാവ് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവകൃപയിൽ നിൽക്കുന്നുവെന്ന് പറയുവാൻ എനിക്ക് ഹല്ലേലൂയ ശക്തിയോടെ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, അതാണ് എന്റെ തിരിച്ചറിവ്. ഹല്ലേലൂയ സ്തോത്രം, എന്റെ തിരിച്ചറിവ്. ഹല്ലേലൂയ സ്തോത്രം, എന്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ വളരെ കഷ്ടതയിൽ കൂടി ജീവിച്ച് ഹല്ലേലൂയ അവർ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാനിടയായി തീർന്നു. അല്ലെ, കിട്ടുന്നതിലെല്ലാം ദൈവനാമത്തിന് വേണ്ടി കൊടുത്ത് ഹല്ലേലൂയ നിൽക്കുവാനിടയായി തീർന്നു. എന്റെ ഭാര്യയുടെ കുടുംബം ഹല്ലേലൂയ സ്തോത്രം, അവരും ദൈവനാമത്തിന് വേണ്ടി കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ദൈവനാമത്തിന് വേണ്ടി ശക്തമായി കൊടുക്കുകയും ദൈവനാമത്തിൽ വിശ്വസ്തയോടുകൂടി നിൽക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാകുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വലിയ ഉന്നതി പ്രാപിച്ചു എന്നല്ല. ഹല്ലേലൂയ, അതൊക്കെ മാനുഷികമായ ചിന്താഗതികളാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ലോകപ്രകാരം എന്ത് ലഭിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ കർത്താവിനെ അറിയാത്ത അനേക വ്യക്തികൾ ഹല്ലേലൂയ സ്തോത്രം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളോ സ്തോത്രം, ഞങ്ങളുടെ ബന്ധുക്കളോ ഞങ്ങളുടെ കൂട്ടുകാരോ ഒക്കെ ലോകത്തിന് അടിമകളായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഹല്ലേലൂയ നാടിന് പോലും വെറുക്കപ്പെട്ടവരായി ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഒരു പറയുവാൻ ഒരു ശ്രേഷ്ഠതയും ഇല്ല. ഞങ്ങളെ കാണുമ്പോൾ അനേകർ ഹല്ലേലൂയ സ്തോത്രം ബ്ലസ്സനെ എന്നാണ് വിളിക്കുന്നതെങ്കിലും വളരെ ബഹുമാനത്തോടെ വിളിക്കുവാൻ വിചാരിച്ചു. അവരുടെ മുന്നിൽ നിന്നും ബഹുമാനം കിട്ടുവാൻ ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഹല്ലേലൂയ സ്തോത്രം, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം 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 നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനറേഷനായി ഹല്ലേലൂയ നിർത്തുവാനിടയായി തീർന്നാൽ ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ എന്റെ നിന്റെ ജീവിതത്തിൽ വന്നാലും അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീരണം. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ആ ലോകത്തിലെ കഷ്ടത്തെ കണക്കിടാതെ, ഈ ലോകത്തിലെ പ്രതിസന്ധിയെ കണക്കിടാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീരണം. അല്ലെങ്കിൽ അനേക അഭിഷക്തന്മാർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചപ്പോൾ, അവർ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചപ്പോൾ അവിടെയൊക്കെ കർത്താവിന്റെ നാമത്തിൽ ഉയർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്.
എൻ്റെ ഭാര്യ സ്തോത്രം ഒരു 3.5 വർഷം മുമ്പ് ശരീരം മുഴുവൻ തളർന്നവളായി ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്ന സമയത്ത്, അത് വെന്റിലേറ്ററിലായിരുന്നിടയ്ക്ക് ICUയിൽ കിടക്കുന്ന സമയത്ത് കാര്യമാണ് ഞാൻ പറയുവാൻ വരുന്നത്. തനിക്ക് വേഗത്തിൽ ഷുഗർ താണ് 29 വരുവാനിടയായിത്തീർന്നു. തൊട്ടപ്പുറത്ത് ഒരപ്പച്ചൻ ഷുഗർ താണിട്ട് സ്തോത്രം 35 35 അപ്പച്ചൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുക, ഭയങ്കര പരവേശം, ഭയങ്കര വെപ്രാളപ്പെട്ട് ഇപ്പൊ ജീവൻ പോകുമെന്നുള്ള സിറ്റുവേഷനിൽ ഭയങ്കര വെപ്രാളം കാണിക്കുക. സ്വന്തം എന്റെ വൈഫിന്റെ ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുക. ഓക്സിജൻ മാസ്ക് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് സ്വന്തം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഒന്നും പേടിക്കണ്ട, യേശു കൂടെയുണ്ട്. യേശുവിനോട് പ്രാർത്ഥിച്ചു, പാപത്തെ ഒക്കെ യേശുവിനോട് ക്ഷമ ചോദിച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശു അപ്പച്ചനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം അവള് മാസ്ക് എടുത്ത് വെക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് തന്നെ ആ അപ്പച്ചൻ സീരിയസ് ആയിട്ട് കിടന്ന അപ്പച്ചനെ ഡിസ്ചാർജ് സ്തോത്രം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായിത്തീരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അലിസ്തോത്തിന്റെ ഭാര്യയിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം, ആ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം സ്തോത്രം തന്റെ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സ്തോത്രം ആ സഹോദരി ആ പിതാവിനോട് പറ്റുന്ന പോലെ സുവിശേഷം പറയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, സ്തോത്രം, നമ്മൾ ഏത് അവസ്ഥയിൽ ഇരുന്നാലും സ്തോത്രം അതിന് സമാനമായ അല്ലെ അതിനേക്കാൾ വലിയ അല്ലെ അതിനേക്കാൾ ചെറിയ വിഷയത്തിൽ ഇരിക്കുന്നവരെ നമ്മൾ ബലപ്പെടുത്തുവാനിടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് അപ്പോസ്തലനെ നോക്കി പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി തീരുവാനിടയായിത്തീരുന്നത് ഹല്ലേലൂയ കർത്താവിന് വിരോധമായി നിന്ന സമയത്ത്, താൻ ലോകപ്രകാരം ജീവിച്ച സമയത്ത് തനിക്ക് പറയുവാൻ ഒത്തിരി ഡിഗ്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തനിക്ക് പറയുവാൻ ഒത്തിരി സാമ്പത്തികം ഉണ്ടായിരുന്നു, തനിക്ക് പറയുവാൻ ഒത്തിരി ഡിഗ്രികൾ ഉണ്ടായിരുന്നു, തനിക്ക് പറയുവാൻ ഭയങ്കരമായ ശ്രേഷ്ഠതകൾ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് വേണ്ടി എന്ന് ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീർന്നു. താൻ അതുകൊണ്ട് അവസാനം പാനീയയാഗമായി ഒഴിക്കപ്പെടുവാനിടയായിത്തീർന്നു. പാനീയയാഗമായി ഒഴിക്കപ്പെടുവാനിടയായിത്തീർന്നു. ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിലെല്ലാം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. എന്തെല്ലാം ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും സ്തോത്രം, സ്തോത്രം, വിളിച്ചവൻ വിശ്വസനം എണ്ണിക്കൊണ്ട് അന്ത്യം വരെ നിൽക്കുവാൻ കരുത്തോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നാൽ നിന്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറുവാനിടയായിത്തീരും. നിന്റെ ജീവിതം കണ്ടിട്ട് അനേക ക്രിസ്തുവിനെ അറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ, നിന്റെ സ്വഭാവം കണ്ടിട്ട്, നിന്റെ രീതികൾ കണ്ടിട്ട്, നിന്റെ നടപ്പ് കണ്ടിട്ട് അനേകർ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇനി ഒരു പക്ഷേ സുവിശേഷം പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം എന്റെ നിന്റെ മുൻപിൽ വരുന്നത്, പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം വരുന്നത്. പക്ഷേ അപ്പോഴും കർത്താവിന് വേണ്ടി നിന്ന് വിശ്വസയോടെ നിന്നാൽ എന്റെ നിന്റെ നല്ല നടപ്പുകൾ കണ്ടിട്ട് അനേകർ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയായിത്തീരണം. കർത്താവിൽ നടക്കുവാനിടയായിത്തീരണം. ആത്മാവിൽ നടക്കുവാനിടയായിത്തീരണം. ആത്മാവിൽ സംസാരിക്കുവാനിടയായിത്തീരണം. സ്തോത്രം എന്ന് പറഞ്ഞ് എപ്പോഴും പ്രവചനം പറയുന്നതല്ല, എപ്പോഴും അന്യഭാഷ പറയുന്നതല്ല. ആത്മാവിൽ നടക്കുക എന്നുള്ളത് എപ്പോഴും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് നടക്കുക. ഹല്ലേലൂയ, കർത്താവിൽ നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടന്നാൽ സ്തോത്രം കർത്താവിലാണ് നടക്കുക പറയാൻ പറ്റത്തില്ല. എപ്പോഴും പ്രവചിച്ചുകൊണ്ട് നടക്കുന്നവൻ കർത്താവിലാണ് നടക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ അന്യഭാഷ ഹല്ലേലൂയ, സ്തോത്രം, 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 ലോകപ്രകാരം പിശാചിനും പറയും, മാനുഷ്യമായിട്ടും പറയാൻ പറ്റും. ഈ പ്രവചനം മാനുഷികമായിട്ടും പറയാൻ പറ്റും, പൈശാചികമായിട്ടും പറയാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ചില വ്യക്തികൾ പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അന്യഭാഷയെ പലരും വ്യാഖ്യാനിക്കുമെന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുവാൻ ചിലർക്കൊക്കെ കഴിവും മിടുക്കും പ്രാപ്തിയും ഉണ്ടാകുമായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യമായി വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നത് ഒരാത്മാവിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രവചനമോ അല്ലെങ്കിലൊക്കെ വ്യാഖ്യാനിച്ചത് കൊണ്ടോ അതിനെയൊക്കെ കുറിച്ച് ഒരു മാർക്കിട്ടത് കൊണ്ടോ നീ ഒരിക്കലും ദൈവസ്ഥലിൽ വിശ്വസനാവണമെന്നില്ല. കർത്താവിൽ നടക്കുക, കർത്താവിനെ അനുകരിക്കുക, കർത്താവിനോടൊപ്പം
ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവിച്ചാൽ അവസാനത്തുള്ളി വിരക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന് വേണ്ടി ജീവിച്ചാൽ അല്ലെ നമുക്ക് നല്ലൊരു അന്ത്യം പ്രാപിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം ദൈവമക്കളെ. മനുഷ്യൻ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് വിഷയം. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവാത്മാവ് ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും ശോഭിക്കും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ വരവിന് ശേഷം എടുക്കപ്പെട്ട ശേഷം ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രമുള്ള സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നാൽ ബുദ്ധിമാന്മാർ ഹല്ലേലൂയ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ഹല്ലേലൂയ ശോഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് അനുഭവിച്ചാൽ, പ്രതിസന്ധി അനുഭവിച്ചാൽ, നിന്നെ അനുഭവിച്ചാൽ, പട്ടിണി അനുഭവിച്ചാൽ, പൈതാഹം അനുഭവിച്ചാൽ, എന്തെല്ലാം സംഭവിച്ചാലും ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു, ഞാൻ നല്ല പോർപ്പരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വലിയ പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ താൻ ഉറപ്പോടെ കൂടി നിൽക്കുവാനിടയായിത്തീർന്നു. എന്തുകൊണ്ടാ? ഹല്ലേലൂയ, സ്തോത്രം. താൻ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ ഹല്ലേലൂയ തനിക്ക് വേണ്ടി ഒരു വാടാത്ത കിരീടം പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം തന്നെ ഭരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. താൻ കാരാഗൃഹത്തിൽ ചങ്ങല ധരിച്ച് സ്ഥാനാവധിയായി നിൽക്കുന്ന സമയത്ത് പോലും തനിക്ക് അത്രത്തോളം പറയുവാൻ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അത് താൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടപ്പോൾ തനിക്ക് ഉറപ്പായി, ഹല്ലേലൂയ, എന്നെ പോലെ അനേകർ, ഹല്ലേലൂയ, സ്തോത്രം, 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 എന്നെ പോലെ അനേകർ ഹല്ലേലൂയ, സ്തോത്രം, ഈ കർത്താവിന്റെ ഹല്ലേലൂയ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്ര ദൈവമക്കളെ. ഈ ദിവസങ്ങളിൽ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ലോകത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഹല്ലേലൂയ, സ്തോത്രം, നമ്മളുടെ ഒറ്റ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ കടന്നു ചെല്ലുന്ന ബസ്സിൽ, നമ്മൾ കടന്നു പോകുന്ന ട്രെയിനിൽ, നമ്മുടെ ഹല്ലേലൂയ നടന്ന് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീരണം. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനിടയായി തീരണം. ഹല്ലേലൂയ, അനേകരെ ഈ സത്യത്തിലേക്ക് നേടുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനിടയായി തീരണം. അനേകരെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനിടയായി തീരണം. എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിയും ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ പോരാട്ടത്തിനായി ഒരുങ്ങുക. അല്ലെ, കർത്താവിന്റെ വരവ് ഏറ്റുപറ്റിയ അന്ത്യ പീരീഡിൽ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ലോകമെങ്ങും ഹല്ലേലൂയ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അല്ലെ നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ പലതും ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിന് പുറകെയാ. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ഹല്ലേലൂയ, സ്തോത്രം, പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വചനം പഠിപ്പിക്കുന്ന ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന പല വ്യക്തികളും ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രവൃത്തിയെക്കുറിച്ച് യാതൊരുവിധ നിശ്ചയമില്ലാത്ത രീതിയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നടക്കാം, ആത്മാവിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ തനിക്ക് എന്ത് പ്രയോജനമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കുവാനിടയായി തീരണം. ഈ ലോകത്തിൽ ഹല്ലേലൂയ എന്ത് നേടിയെന്നുള്ളതല്ല, ഹല്ലേലൂയ ഈ ലോകത്തിൽ നേടിയതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം, പാലക്കാട് ഹല്ലേലൂയ ഒരു സ്തോത്രം, ഒരു വ്യക്തിയെ അറിയാം. സ്തോത്രം, തന്നെ വളരെ ധനാഠ്യനായ ഒരു മനുഷ്യന് 2 ആൺമക്കളുണ്ടായിരുന്നു. തന്റെ സ്വത്തെല്ലാം 2 ആൺമക്കൾക്കുമായി വിഭാഗിച്ചു കൊടുത്തിട്ട് തന്നെ മക്കളോട് കൂടെ താമസിക്കുവാൻ വേണ്ടി താല്പര്യപ്പെട്ട് ആയിരുന്നു. പക്ഷേ ചില മാസങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആ സഹോദരങ്ങൾ 2 പേരും ആ പിതാവിനെ റോഡിലേക്ക് ഇറക്കി വിടുവാനിടയായിട്ട്. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് ചോദിച്ചു, ഈ മനുഷ്യനെ കണ്ടിട്ട് നല്ലൊരു വീട്ടിലെ മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ, അതുപോലെ നല്ല സൗന്ദര്യവും നല്ല ഹൈറ്റ്, ഒരു പട്ടാളക്കാരൻ്റെ ഒരു യോഗ്യതയൊക്കെയുള്ള ഒരു ബിഷക്കാരനായ ഒരു മനുഷ്യന് താൻ ഭ്രാന്ത് പിടിച്ച് പാലക്കാട് ടൗണുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് അലയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാര്യമെന്താ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നല്ല രീതിയിൽ സമ്പാദിച്ചു, നല്ല ഉന്നതമായി ജോലി ചെയ്തു, ഏക്കർ കണക്കിന് പാരമ്പര്യമായി വസ്തുവുള്ള വ്യക്തികളാണ്. പാലക്കാട് ടൗണിൽ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, തന്റെ മക്കളെ വിശ്വസിച്ച് തന്നെ സ്വത്തെല്ലാം ഏൽപ്പിച്ചപ്പോൾ
തന്നെ അവർക്ക് വേണ്ടതാകുവാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ആരോഗ്യമുള്ള വ്യക്തി ആയിട്ട് കൂടി അത് തന്നെ വേണ്ടാതാകുവാൻ ഇടയായിത്തീരുന്നു. ദൈവമക്കളെ, ഈ ലോകത്തിൽ നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടമാകും. ഒരു ബുദ്ധിമോശം കൊണ്ട്, ആ മനുഷ്യന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് താൻ മാനസിക രോഗിയായി വിഷ യാചിച്ചുകൊണ്ട് തെരുവിൽ, ആ പാലക്കാട് ടൗൺ തെരുവിൽ തന്നെ ഇറങ്ങേണ്ടി വരുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനവും ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ സമ്പത്ത് നശിക്കുവാൻ ഒരു സെക്കൻഡ് മതി, നമ്മുടെ സൗന്ദര്യം നശിക്കുവാൻ ഒരു സെക്കൻഡ് മതി, നമ്മുടെ ആരോഗ്യം നശിക്കുവാൻ ഒരു സെക്കൻഡ് മതി. പക്ഷെ എന്നാൽ നമ്മൾ ഒരു വ്യക്തിയോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ, ആ വ്യക്തി പ്രശ്നത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആകാശമേഘങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം പ്രഭ പോലെ നിൽക്കുവാൻ ഇടയായിത്തീരും. അല്ലെ ആകാശമണ്ഡലങ്ങളിൽ അല്ലെ പ്രഭ പോലെയും അല്ലെ നക്ഷത്രങ്ങളെ പോലെയും നമ്മൾ ശോഭിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ എന്തെല്ലാം നേടുവാൻ കഴിഞ്ഞില്ല എങ്കിലും, അല്ലെ എന്തെല്ലാം നമുക്ക് കിട്ടിയില്ല എങ്കിലും, സ്തോത്രം സ്തോത്രം സ്തോത്രം, നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഈ ദിവസങ്ങൾ നമ്മൾ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന ബുദ്ധിമാന്മാരായി മാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന വിശ്വസ്തന്മാരായി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം. സ്തോത്രം സ്തോത്രം. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയം ഏകദേശം കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ, ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ലോകത്തിൽ പലതും നേടിയിട്ട് ഹല്ലേലൂയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മൾ ഹല്ലേലൂയ മണ്ടന്മാരായി പോകുവാണ്ടിയാക്കിയും ഈ ദിവസങ്ങളിൽ ആത്മാവിനെ നഷ്ടമാക്കുവാനല്ല, ലോകത്തിൽ പലതും വെട്ടിപ്പിടിക്കുവാനല്ല, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം ചിലരെ ആത്മാവിൽ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ, ചിലരെ ആത്മാവിൽ നടത്തുവാൻ, ചില ഹല്ലേലൂയ അടുത്തൊരു തലമുറയെ, കർത്താവിൽ ബലമുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സന്നിധിയിലേക്ക് കടത്തി വരുന്ന കർത്താവെ, അല്ലെ പലപ്പോഴും ഞങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ മടിക്കുന്ന സാഹചര്യങ്ങളുണ്ട് കർത്താവെ. അല്ലെ പലപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സ്ഥാനത്ത്, ഒരു വാക്കുകൊണ്ട് നിൽക്കേണ്ട സ്ഥാനത്ത് അവിടെ ഒരു അക്ഷരം ഉരിയാടുവാൻ കഴിയാതെ നിന്ന സാഹചര്യങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. അനേകരെ നീതിയിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബുദ്ധിമാന്മാരായ സ്വർഗ്ഗ കരങ്ങൾ എടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങൾ മാറട്ടെ, അത് ഞങ്ങളുടെ പ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ ജീവിത ശൈലികൾ മാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, ലോകത്തിന്റെ പുറകെ ഓട്ടം നിൽക്കട്ടെ കർത്താവേ. കർത്താവിന് വേണ്ടി ശക്തിയോടെ ഓടുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുവാനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കത്തായ ഈ ഗ്രൂപ്പിനെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ. അനേകരെ ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് വാർത്തെടുക്കുവാൻ ഈ ഗ്രൂപ്പിനെ വീണ്ടും കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ചു വന്ന സ്തോത്രം പ്രിയാൻജിക്കും സ്തോത്രം, ഇതിൽ ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ നേതൃനിലയിൽ നിൽക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. നിങ്ങളെല്ലാവരും കർത്താവ് ധാരാളമായിട്ടണ്ടിക്കട്ടെ. ഇതുവരെ ഷെയർ ചെയ്യുകയും സ്തോത്രം കമന്റ് അയക്കുകയും സ്തോത്രം പ്രാർത്ഥിക്കുകയും അതിൽ കൂടെ നിൽക്കുകയും ചെയ്ത് എല്ലാവരും കർത്താവ് ധാരാളമായിട്ടണ്ടിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.